ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ. അതായത് ഇന്നലെ രാത്രി ജർമ്മനിയിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ ഒരു ആക്രമണം തീർച്ചയായിട്ടും ഒരു തീവ്രവാദപരമായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഈ ജർമ്മനിയുടെ ഒരു ചരിത്രം, ഈ റെഫ്യൂജീസ് ആയിട്ടുള്ള ഈ ഒരു അറബ് മേഖലയിലുള്ള ആൾക്കാരുടെ കൂട്ടപലായനം അത് നടന്നതിന് ശേഷം ജർമ്മനിയിൽ നടക്കുന്ന ക്രിസ്മസ് ഈവന്റുകളിൽ തുടരെ നടക്കുന്ന ആക്രമണങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഇതിനെയൊക്കെ മുൻകൂട്ടി നമ്മൾ പറയാൻ. പലരും ഇത്, അതായത് അയാൾ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ അയാളുടെ തീവ്രവാദിയല്ല, അല്ലെങ്കിൽ അയാൾ ഒരു എത്തിയസ്റ്റ് ആണ്, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വായിച്ചു കൊണ്ടുവന്ന് റിപ്പോർട്ടുകൾ ഓൺലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നല്ല ഫേമസ് ആയിട്ടുള്ള പിന്നെ യൂട്യൂബ് ചാനലായിട്ടുള്ള വാർത്തകൾ വരെ അതിനെ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട വാർത്തകൾ വായിച്ചുകൊണ്ട് സൊസൈറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ജർമ്മനിയുടെ ഒരു കാര്യം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏതാണ്ട് ജർമ്മനിയിൽ 2016 ബെർലിനിൽ ഇതേപോലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അന്ന് അവിടെ 16 പേര് കൊല്ലപ്പെടുകയും ഏതാണ്ട് 46ഓളം ആൾക്കാർക്ക് ഇതേപോലെ ഇഞ്ചുറി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ രൂപപ്പെട്ടത്. ഇത് ചരിത്രം ഇങ്ങനെ ആവർത്തിക്കും. അപ്പൊ അവിടെ ചെന്നിട്ട് ഇത് തീവ്രവാദമല്ല, തീവ്രവാദ നടപടിയല്ല, ഇത് മാനസിക നില തെറ്റിയ ആളാണ്, ഇല്ലെങ്കിൽ ഇയാള് ജർമ്മനിയെ സ്നേഹിക്കുന്ന ആളാണ്, ജർമ്മനിയുടെ ഇപ്പോഴത്തെ നിലപാടിനോട് ചെറിയ വിയോജിപ്പ് കൊണ്ട് ചെയ്യുന്നതാണ്, ഈ രീതിയിലുള്ള തെറ്റായ വാർത്തകളൊന്നും പാടില്ല. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേ ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ഇറാഖി പൗരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ മാർക്കറ്റിൽ ഇതേപോലെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തതിനെ ചൊല്ലി ഈ വക ചരിത്രങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഈ ഒരു സംഭവം ഇവിടെ വീണ്ടും അവിടെ അരങ്ങേറുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പാടില്ല. ഞാൻ ഇയാളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇയാള് സൗദി പൗരനാണ്, അയാൾ ഒരു ഷിയ വിഭാഗത്തിൽപ്പെട്ട തീവ്ര നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് സുന്നികൾക്കെതിരായതുകൊണ്ടാണ് സൗദി അറേബ്യ ഇയാളെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് സൗദിയിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഓൾറെഡി തന്നെ അയച്ചിട്ടുണ്ട്. എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റ് ജർമ്മനിയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജർമ്മനി അതിനെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും, കാരണം ഈ സൗദി അറേബ്യ എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ച് നിലപാടുകളും ഈ ഒരു കുറ്റവാളി അങ്ങോട്ട് കൈമാറി കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവര് ഈ മനുഷ്യത്വപരമായി ചിന്തിച്ചിട്ട് ഇവര് ഇയാളെ കയറ്റിവിട്ടില്ല. പക്ഷേ ആ മനുഷ്യത്വപരമായ ചിന്തയ്ക്ക് നല്ല രീതിയിലുള്ള പണി ഇന്നലെ രാത്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. സമാധാനം അങ്ങ് ഇറങ്ങി നല്ല രീതിയിൽ വിതറി ആ മാർക്കറ്റ് മൊത്തം അങ്ങ് വണ്ടി ഓടിച്ച് കയറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മാർക്കറ്റ് കാണുന്നില്ലേ, ഈ ഒരു ഇമേജ്, ഇപ്പൊ ആളൊന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പൊ മാർക്കറ്റ് ഉള്ളത്. യൂറോപ്പിലെ മിക്ക ക്രിസ്മസ് മാർക്കറ്റുകളും ആളൊഴിഞ്ഞ അവസ്ഥയാണ്. ഇതിൽ ഒറ്റ മനുഷ്യന്മാരിപ്പം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് ജർമ്മനി ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ശരി, എന്നാൽ എന്തുകൊണ്ടാണ് ഇയാൾ ഞാൻ ഇസ്ലാമിനെ വെറുക്കുന്നു എന്നിട്ട് ഈ ഒരു തീവ്രവാദ ആക്രമണം ചെയ്തത്? ഇതിന്റെ ലോജിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജർമ്മനിയിൽ അവിടെ ഓൾറെഡി തന്നെ ഈ ഒരു അസൈലം സീക്കേഴ്സ്, അതായത് ഈ ഒരു കുടിയേറ്റക്കാരെ കൊണ്ട് ഈ എമിഗ്രന്റ് ആയിട്ടുള്ള ഈ കയറിപ്പോയി അറബുകളെല്ലാം നാഷണാലിറ്റി മേടിക്കാനുള്ള ഒരു ബില്ല് ഇത് യൂറോപ്യൻ പാർലമെന്റിൽ കിടപ്പുണ്ട്. അപ്പൊ അതിനെ ചർച്ചയ്ക്ക് വെച്ച് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സിറിയയിൽ ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചത്. അപ്പൊ ഇതിലെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈ സിറിയ, ഇറാഖ് ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് അവിടെ ചേക്കേറിയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് നാഷണാലിറ്റി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബില്ല് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബില്ല് ഹോൾഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചു. അപ്പൊ ഒരു പക്ഷേ ഇവർക്ക് തിരിച്ച് സിറിയയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഒരുങ്ങിയാൽ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ നാഷണാലിറ്റി കൊടുക്കുന്നത്? ആ രീതിയിലാണ് ആ ബില്ല് ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇവന്റെ ഈ മുട്ടി നിൽക്കുന്ന ഈ ഒരു തീവ്ര നിലപാട് കൊണ്ട് ഇവൻ എങ്ങനെയായാലും ഒരു 10 പേരെ കൊല്ലണം. കാരണം ഈ ഒരു നിലപാട് അതാണല്ലോ. അപ്പൊ അവനത് ചെയ്യുകയും വേണം. പക്ഷെ എന്നാൽ ഇവിടെ നിന്ന് ജർമ്മനിയിൽ നിന്ന് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്ത് വിടാനും പാടില്ല. അതുകൊണ്ടാണ് അവൻ ഈ തീവ്രവാദ പ്രവർത്തനം ചെയ്ത് തീർക്കുകയും, എന്നാൽ അവൻ ജർമ്മനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് അവൻ സൃഷ്ടിച്ചത്. ആ ഒരു ഡെലീമയാണ് അവൻ ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തത്. ഇവൻ നടത്തിയത് തീവ്രവാദപരമായ നടപടിയാണ്, ഇവൻ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ഇവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒറ്റ ഇസ്ലാമിനെ അവിടെ വെച്ച് ഉറപ്പിക്കത്തില്ല, എല്ലാത്തിനെയും അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് കൃത്യമായ പ്ലാനും ഗൂഢാലോചനയിൽ തന്നെ നടത്തിയ സംഭവമാണ്. ഇതിന്റെ പുറകിൽ നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്, ടീം വർക്ക് ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. എന്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്ന് വരെ ഇവന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അവൻ പ്രാവർത്തികമാക്കിയത്. ആ വണ്ടി ഓടിച്ച് കയറുന്ന രംഗം നിങ്ങൾ കണ്ടല്ലോ. ഏതാ 400-500 മീറ്ററോളം അങ്ങ് ഒറ്റ നിപ്പിലങ്ങ് കയറി പോവുകയാണ് ചെയ്തത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ അതിനകത്ത് വൂണ്ടഡ് ആണെന്നുള്ളതാണ്. ഇതിലിപ്പോ ഇതുവരെ മരണം 5 ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട്. ഇപ്പൊ ഒരു സ്ഥിതി മനസ്സിലായല്ലോ, ഈ ക്രിസ്മസ് മാർക്കറ്റും ഈ ഒരു തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇത് തുടരെ നടക്കുന്നതാണ്, അല്ലാതെ ഇതിപ്പോ ഇന്ന് പുതിയതായിട്ട് നടന്നതല്ല. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്നതും ഇത് നിരന്തരം ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ഇത് ഏതാണ്ട് 2015 മുതൽ ഇങ്ങോട്ട് തുടരെ ഇതിന്റെ പ്ലാനുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു വാർണിംഗ് സൗദി അറേബ്യ ഓൾറെഡി തന്നെ ജർമ്മനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്, ഇത് തീവ്രവാദപരമായിട്ടുള്ള അറ്റാക്ക് ആണ്. അയാളുടെ പേരെന്ന് പറഞ്ഞാൽ താലിബ് അബു മൊഹസിൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേര് എന്ന് പറഞ്ഞാൽ ഒരു ഷിയ നെയിമാണ്. അയാൾ ഒരു ഷിയ മുസ്ലിം നാമധാരിയാണ്. അയാൾ ഷിയ മുസ്ലിമിന്റെ തീവ്ര നിലപാടുള്ള തക്കിയ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന തീവ്ര നിലപാടുള്ള ആളാണ്. തക്കിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊന്നാൽ സ്വർഗം കിട്ടും, അതാണ് തക്കിയ. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ടീമാണ് ഈ താലിബ് അബു മൊഹസിൻ എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദി. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ജർമ്മൻകാരുടെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ജർമ്മനിയിലുള്ള ആൾക്കാർ, യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവനെ എത്രയും വേഗം ഇവനെ കൊല്ലണം എന്നാണ് പറയുന്നത്. തക്കിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള നിത്യജീവിതം ജീവിച്ചു പോകുന്ന സാധാരണ മുസ്ലിംസ് ഉണ്ട്. ഈ സാധാരണ മുസ്ലിംസിനെ പോലും ഈ മറ്റുള്ളവർ പേടിയോട് നോക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഈ ഒരു തീവ്രവാദികളുടെ ശ്രമം. ഇത് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ വന്നിട്ട് ഈ സമയത്ത് ഈ ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്തിഫാദ അതാണ് നടപ്പാക്കുന്നത്. ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്തിഫാദ അതാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇന്തിഫാദ പാലസ്തീനിൽ മാത്രമായിരുന്നു, ഇപ്പൊ ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്തിഫാദ. കാരണം ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്നത് പാലസ്തീനിയൻ ഫ്ലാഗ് ആണ്. ഈ പാലസ്തീനികളുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ മൊത്തം പോകുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞ ടേം ഒരിക്കലും അറബ് ടേം അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അത് ബ്രിട്ടീഷ് ടേം ആണ്, കൊളോണിയലിന്റെ ഭാഗമാണ്, കൊളോണിയലിസത്തിന്റെ ബാക്കി പത്രമാണ് പാലസ്തീൻ. അല്ലാതെ അറബ്സ് എന്ന് വിളിക്കാം, അത്രേ ഉള്ളൂ. അറബ്, ട്രൈബൽ അറബ്, അറബ് ഗ്രൂപ്പ്, അറബ് ഗോത്രം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതിൽ പല ഗോത്രങ്ങളുണ്ട്. അല്ലാതെ പാലസ്തീനിയൻ എന്ന് പറഞ്ഞ ഒരു അറബ് ടെർമിനോളജി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. എന്തിനു ഭേദം പാലസ്തീൻ എന്നുള്ളൊരു പേര് ഖുറാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിലോ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു മേഖലയിൽ സമാധാനമുണ്ടോ? യൂറോപ്പിൽ ഇവർ കയറിപ്പോയി മൊത്തം യൂറോപ്പും കുളവായി കിടക്കാണ്. മിഡിൽ ഈസ്റ്റില് ഒരുത്തമാര് യുവമാരെ കയറ്റൂല. യുവമാരെ കയറ്റി നാഷണാലിറ്റി കൊടുക്കുകയോ ടെമ്പററി വിസ കൊടുക്കുകയോ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഈ മിഡിൽ ഈസ്റ്റിൽ പോലും മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ ഒരു സ്ഥലത്തുമാരെ കയറ്റൂല. ഈ ഒരു അസൈലം സീക്കേഴ്സ്, അതായത് ഈ അഭയാർത്ഥികളെ കയറ്റുമ്പോഴേ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള പല അറബ് രാഷ്ട്രങ്ങൾ, UAE ഉൾപ്പെടെയുള്ള പല രാഷ്ട്രങ്ങളും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ യൂറോപ്പിന്. നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്, ഇത് സംഭവം വേറെ രീതിയിൽ ഇത് തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ട വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഒരു അറബ് ലീഡർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അയാൾ പറഞ്ഞത് ഇന്ന് അവരുടെ ഒരു നേതാവിനെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാലോ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും, അവര് പ്രതിഷേധിക്കും. പക്ഷെ നിങ്ങളൊരു 3 വർഷം കഴിഞ്ഞ് ഇതേ നേതാവിനെ നിങ്ങളൊന്ന് തൊട്ടു നോക്കൂ, അപ്പൊ അവര് ലഹള ഉണ്ടാക്കും, കലാപം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇതേ രീതി തന്നെയാണ് ഇപ്പൊ യൂറോപ്പിൽ. അതായത് ഇവർ ആദ്യഘട്ടങ്ങളിൽ ഇവർ അങ്ങോട്ട് പോയിരുന്ന സമയത്ത് അവര് ചെറിയ കാര്യങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു, പ്രതിഷേധിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി ഇതുപോലെയുള്ള പല യൂറോപ്യൻ കൺട്രീസിലും ഇവരിപ്പം നടത്തുന്നത് മൊത്തം ലഹളയാണ്. ഇവരുടെ സമരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൊട്ടസ്റ്റ് കടന്നു പോകുന്ന വഴി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ലഹളയാണ്. അതിൽ യാതൊരുവിധ സമാധാനത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി അഥവാ യൂറോപ്പ് പോട്ടെ, ആഫ്രിക്കയിലുണ്ടോ സമാധാനം? സുഡാൻ നല്ല രീതിയിലാണോ ഉള്ളത്? സൗത്ത് സുഡാൻ നല്ല രീതിയിലാണോ ഉള്ളത്? നൈജീരിയ നല്ല രീതിയിലാണോ ഉള്ളത്? ഏഷ്യയിൽ വന്നോട്ട്, ബംഗ്ലാദേശിൽ മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ രീതിയിലാണ്. 2-3 ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം. ഒരാളെ കൈയും കാലും കെട്ടി കടലിൽ കൊന്ന് തള്ളിയിരിക്കുകയാണ്, കരയിൽ അടിഞ്ഞു കിടപ്പുണ്ട് ഡെഡ് ബോഡി. ഇതൊക്കെ വളരെ ഹോട്ടായിട്ടുള്ള പുതിയ ന്യൂസുകളാണ്. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് പീഡനം വെച്ചാൽ ബലാത്സംഗമാണ്, അതിൽ യാതൊരുവിധ മാറ്റമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം പല ഫുട്ടേജസും എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, പല സ്ക്രീൻഷോട്ടുകൾ പോലും എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം അതിലുള്ള വാക്യങ്ങൾ വരെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി ഇറാഖിന്റെയും സിറിയയുടെ ഭാഗത്ത് പറയാം, യസീദി പെണ്ണുങ്ങളുടെ കണ്ണുനീരും ചോരയുമാണ് യുവമാരുടെ കൈകളിലും യുവമാരുടെ ശരീരത്തും മൊത്തം ഉള്ളത്. ആ രീതിയിലാണ് യസീദി ഗോത്രത്തിലുള്ള പെണ്ണുങ്ങളെ മൊത്തം പീഡിപ്പിച്ചത്. ഇവന്മാര് 9 വയസ്സ്, 8 വയസ്സ്, 6 വയസ്സ്, 14 വയസ്സുള്ള പിഞ്ചു കുട്ടികളെയാണ് യുവമാർ പീഡിപ്പിക്കുന്നത്. എന്നിട്ടാണ് യുവമാർ യൂറോപ്പിൽ ചെന്ന് കൊടി പൊക്കുന്നത്. യുവമാർക്ക് എന്ത് മാനവികതയാണുള്ളത്? എന്ത് രീതിയിലുള്ള അവബോധമാണ് യുവമാർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? പാകിസ്ഥാനിൽ വീണ്ടും ഷിയ സുന്നി കലാപം. പാർച്ചിനാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ വരെ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാകിസ്ഥാൻ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് പാർച്ചിനാറിൽ ചെന്ന് ഇപ്പൊ സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാട് നടത്തുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, എവിടെയാണ് യുവമാരുടെ സമാധാനം സ്ഥാപിക്കുന്നത്? ഏത് രാജ്യത്ത് ചെന്നാലും ഇതേ പരിപാടിയാണ്. ഇനിയിപ്പോ ആകെ കൂടെ കുറച്ച് പേര് സമാധാനമായിട്ട് ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അവർക്കും കൂടെ ഒരു റെപ്യൂട്ടേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വക ലോകത്ത് യുവമാർ നടത്തുന്ന ഈ ഒരു പ്രാന്ത് മതഭ്രാന്ത് മൂലം ഈ ഇന്ത്യൻ മുസ്ലിംസിനെയും കൂടെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്ത് കാണാൻ തുടങ്ങും. ഇത് ഇന്ത്യയിലുള്ള മുസ്ലിംസ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹമാസിനെ
ഫാൻസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഹൂത്തികളെ അനുകൂലിക്കുന്ന, അതായത് സുന്നിയായിട്ട് ഇരുന്നുകൊണ്ട് ഷിയയെ തക്കം കിട്ടുമ്പോൾ യഹൂദനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള നിർബന്ധ സ്വഭാവം കൊണ്ട് ഷിയയെ സപ്പോർട്ട് ചെയ്യുന്ന സുന്നികളായിട്ടുള്ള കേരളത്തിലുള്ള ഹമാസിനെ അനുകൂലിക്കുന്ന ഹൂത്തികളെ അനുകൂലിക്കുന്ന ആൾക്കാർ കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും നാളെ ലോകം ഇതേപോലെ ചാപ്പ കുത്തും, നിങ്ങളെ ഒതുക്കും, നിങ്ങളെ പേടിക്കും, വേറൊരു ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. കാരണം ഇന്ന് ആഗോളതലത്തിൽ ഇതാണ് ചർച്ച. ഏതാണ് ചർച്ച? ആഗോളതലത്തിലെ ഇന്തിഫാദ, ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്തിഫാദ, ഗ്ലോബലൈസ്ഡ് ഇന്തിഫാദ. ഇതിനകത്ത് ഒരു മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മനുഷ്യനെ കൊല്ലുന്ന ഒരു മതവും ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യനെ കൊല്ലുന്ന ഒരു മതവും ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് മനുഷ്യനെ കൊല്ലണമെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്തി നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്നലെ യമനിൽ നിന്നും തുരുതുരാ റോക്കറ്റുകൾ, ബാലിസ്റ്റിക് മിസൈൽ, അതിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ഇന്നലെ ഇസ്രായേലിന്റെ ഉള്ളിൽ 2 എണ്ണം പതിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു വീടിന്റെ സൈഡിലും പിന്നെ ഒരെണ്ണം ഒരു പാർക്കിലും, കുട്ടികൾ കളിക്കുന്ന പാർക്കിലും. രാത്രിയൊക്കെ പാർക്കിൽ ആളുണ്ടാവില്ല. പിന്നെ പകുതി മുക്കാൽ ആൾക്കാരും ഇസ്രായേലികൾ ഇപ്പൊ സൈറൻ വരുന്ന അനുസരിച്ച് അവരപ്പം തന്നെ ബങ്കറിനുള്ളിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ട് മുകളിൽ അറ്റാക്ക് നടത്തുന്നത് കൊണ്ട് ജീവൻ എടുക്കാം എന്ന് വിചാരിക്കേണ്ട. അത് വളരെ തെറ്റായ ധാരണയാണ്. അവരെല്ലാം ബങ്കറിനുള്ളിൽ സുരക്ഷിതരാണ്. ഇത്രയും ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ടും അവിടെ ആൾക്കാരുടെ ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഷെയ്ക്കിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീണതിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന ആൾക്ക് 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ലൈഫ് ത്രെട്ട് ആയിട്ടില്ല. ഇനി ഈ പാർക്കിൽ വന്ന് വീണ ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിച്ച സ്ഥലം ഞാൻ ഇവിടെ ഇമേജിൽ കാണിക്കാം. ഈ ഒരു സ്ഥലത്താണ് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ഈ ഹൂത്തി വിമതർ ഓൾറെഡി തന്നെ അവര് ലോങ് ടൈം വാർ, അതായത് ഇസ്രായേലുമായിട്ട് നീണ്ട യുദ്ധത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള അറിയിപ്പ് ഹൂത്തികൾ കൊടുത്തിട്ടുണ്ട്. അത് എയർഫോഴ്സ്, യമനി എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ വാർ അവസാനിപ്പിക്കുന്നില്ല, ഹമാസിനെ തൂത്ത് പിറക്കി എറിഞ്ഞിട്ട് മാത്രമേ ഇനി വാർ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ദീർഘമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് വളരെ നല്ല തീരുമാനമാണ്. കാരണം ഇത് രണ്ടിലൊരു തീരുമാനം അറിയണം, ഇല്ലെങ്കിലേ മനുഷ്യന്മാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നലെ സിറിയക്കുള്ളിൽ US-ന്റെ റെപ്രസെന്റേറ്റീവ്സ് വന്ന് സംസാരിച്ചിട്ട് പോയല്ലോ. അപ്പൊ ഈ HTS-ന്റെ തലപ്പത്തുള്ള ജൊലാനിയുടെ മേളിൽ ഏതാണ്ട് $10 ബില്യൺ ബൗണ്ടി ഉണ്ടായിരുന്നു. അതായത് തലയ്ക്ക് വിലയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം തീവ്രവാദിയാണല്ലോ. അപ്പൊ ആ ഒരു 10 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്നത് ആ ഒരു നടപടി ഒഴിവാക്കിയിരിക്കുകയാണ് USA. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ തലയ്ക്ക് ഇപ്പൊ വിലയൊന്നുമില്ല. ഗാസയ്ക്കുള്ളിൽ ഹമാസിന്റെ ഹോസ്പിറ്റലുകളിൽ സപ്ലൈസ് ഇല്ല. അതുകൊണ്ട് അവർ സപ്ലൈസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട്, അതായത് സപ്ലൈസ് മീൻസ് അവിടെ സാധനങ്ങളില്ല, അവിടെ ഗ്ലൗസ് ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, മരുന്നില്ല, മെഡിസിൻ ഇല്ല, ഒരു സർവീസ് അവിടെ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ അവർ കൂടുതലായിട്ടുള്ള എയ്ഡുകൾ, ഹോസ്പിറ്റൽ എയ്ഡുകളാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതും ഇനി ഇസ്രായേൽ എത്തിക്കണമായിരിക്കും. കാരണം അത് അങ്ങനെയാണല്ലോ. ലോകത്ത് IDF-ന് വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ആർക്കും വരരുത്. കാരണം എന്താ അറിയാമോ, ഇന്ന് മാത്രം ഏതാണ്ട് 800 ട്രക്കുകൾ കൊണ്ടുപോകാനുള്ള എയ്ഡ് IDF വെരിഫൈ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് ഗാസ ബോർഡറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ട്രക്ക് വന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ ഉള്ളിൽ സപ്ലൈ ചെയ്യാം. ഇതിപ്പോ വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യുവമാരുടെ ആയുധക്കടത്താണ്. കാരണം ഈ ആയുധങ്ങൾ കടത്തുന്നതുകൊണ്ട് ഇപ്പം IDF-ന് അഡീഷണൽ ജോലിയാണ് ഇപ്പൊ ഇത് ചെക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. യുവമാർക്ക് തിന്നാനും കൊടുക്കണം, അത് ചെക്ക് ചെയ്തും കൊടുക്കണം. പിന്നെ ലോകത്ത് ഏതെങ്കിലും ഒരു യുദ്ധമുഖത്ത് യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ തന്നെ കൊണ്ട് ചോറും മീൻകറിയൊക്കെ കൊടുത്ത് നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ടിരിക്കൂ, സുഖമായിട്ടിരിക്കൂ, സുഭിക്ഷമായിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ഏർപ്പാട് കണ്ടിട്ടുണ്ടോ? അത് ഞാനിപ്പോ ഇവിടെ ഗാസയിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇസ്രായേലിന്റെ ഒക്കെ ഒരു അവസ്ഥയെ. ഇനി ഇതിനു വേണ്ടി കുറെ കിളവന്മാരിപ്പുണ്ട്. ഈ കിളവന്മാരെല്ലാരും കൂടെ ചേർന്ന് അവിടെ UN-ൽ മീറ്റിംഗ് ഇട്ടിരിക്കുകയാണ്. എന്താണ്? ഗാസയ്ക്ക് ഇസ്രായേൽ എയ്ഡ് കൊടുക്കുന്നില്ല. ഇതൊക്കെ എന്ത് കോമഡിയാണ്. ഈ കോമാളികളെ പിടിച്ച് ആദ്യം ജയിലിലിടണം, എന്നാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ UN എന്നൊക്കെ പറഞ്ഞ സംഘടന വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവന്റെ അടുത്ത് പോയിട്ട് നീ അവന് ശാപ്പാട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെതിരെ വോട്ട്, സാങ്ഷൻസ്, റെസൊല്യൂഷൻസ് ഇതൊക്കെ പാസ്സാക്കുന്ന കുറച്ച് കോപ്രായങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. ഇതുപോലെ തന്നെയാണ് ഈ ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. ഈ ബാധിക്കപ്പെട്ട യസീദി സ്ത്രീകൾ, ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന പീഡനം, ഇതൊന്നും യുവമാർക്ക് കണ്ണിലൊന്നും കാണാൻ വയ്യ. പിന്നെ ഇത് യമനിലേക്ക് റെഡിയാകുന്ന പൈലറ്റുകളാണ്, ലേഡി പൈലറ്റുകളാണ് കേട്ടോ. പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് അടിക്കുന്നത് ഇസ്രായേൽ. മൊത്തം അടിച്ചങ്ങ് തകർത്ത് തൂത്തുവാരി അങ്ങ് കൊണ്ട് കളയും. ആ മൂലയിൽ, ആ റെഡ് സീയിൽ തന്നെ കൊണ്ട് കളയണം. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൗദി ഒരു എയിം വെച്ചിട്ടുണ്ടെന്നുള്ളത്. സൗദി കുറച്ച് സ്ഥലം കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സൗദി അതിനുള്ള പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട്. സൗദി ഒന്ന് ഓക്കെ പറയുന്നെങ്കിൽ ഇസ്രായേൽ സൗദിയുടെ കൂടെ ചേർന്ന് യമനെ അടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഈ ഇസ്രായേലിനെ ഒരു ചാലഞ്ച് ആയിട്ട് അവർ കരുതുന്നത് ഈ ഒരു 2000 കിലോമീറ്റർ ആണ്, ഈ 2000 കിലോമീറ്റർ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ഒരു ബാലിസ്റ്റിക് മിസൈലോ അങ്ങനെ ആ കാര്യങ്ങളൊന്നും ഇസ്രായേലിന് വലിയ താല്പര്യമില്ല. ആ രീതിയിൽ അതൊരു സക്സസ്ഫുൾ അറ്റംപ്റ്റ് അല്ല എന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് IDF വിലയിരുത്തുന്നത്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി ഡയറക്റ്റ് ഇവർ പ്രിസൈസ് അറ്റാക്ക് ചെയ്യണം. അതിൽ ഇവർ വളരെ എഫിഷ്യന്റ് ആണ്. അപ്പൊ അതിന് സൗദിയുടെ സഹായം ഒരു പക്ഷേ കിട്ടിയേക്കാം. അത് വളരെ നിർണായകമായ ഒരു പോയിന്റ് ആണ്. സൗദിയുടെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഹൂത്തികളുടെ
കാര്യത്തിൽ വളരെ നിർണായകമായ തീരുമാനം ഉണ്ടാവും. സൗദി ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സൗദിയുടെയോ അല്ലെങ്കിൽ UAEയുടെയോ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ യമനികളെ നേരിടാൻ, അതായത് ഈ ഹൂതികളെ നേരിടാൻ വളരെ എഫക്റ്റീവായിട്ട് നേരിടാൻ കഴിയും എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ആ ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും, ഒരുപാട് സമയം എടുക്കത്തില്ല. 1-2 ദിവസത്തിനകത്ത് തന്നെ യമനുമായിട്ടുള്ള യുദ്ധം, ലോങ് റൺ യുദ്ധം, നീണ്ട യുദ്ധം സ്റ്റാർട്ട് ആകും എന്നുള്ളതാണ്. വൈകാതെ തന്നെ യമനിൽ നിന്നുള്ള കൂക്കിവിളികൾ ഉയരുന്നത് കേൾക്കാം. അവിടെ ഇനി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, ICC, UN എല്ലാം ഇറങ്ങുന്നത് ഇപ്പൊ കാണാം. എന്തായാലും മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, ജർമ്മനിയിൽ നടന്ന അറ്റാക്ക് തീവ്രവാദപരമാണ്, അത് റാഡിക്കൽ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ ഈ ഫേക്ക് നറേറ്റീവ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. അയാളുടെ ഒരുപാട് ഫുട്ടേജസ്, പിന്നെ സ്ക്രീൻഷോട്ട്സ്, ട്വിറ്റർ ചാറ്റുകൾ ഇതെല്ലാം കിടപ്പുണ്ട് ഓൺലൈനിൽ, വളരെ വ്യക്തമാണ്. അത് ജർമ്മനിയിലുള്ള യങ്സ്റ്റേഴ്സ് തന്നെ എടുത്ത് പങ്കുവച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടപ്പുണ്ട്. അവൻ ഒരു പക്കാ തീവ്രവാദിയാണ്, അവനെ എത്രയും വേഗം നടപടികൾക്ക് വിധേയമാക്കണം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.